ഹലോ, വീനാസ് കൃഷി വ്ളോഗ്സിൻ്റെ പുതിയൊരു ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ നമുക്കിവിടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വെയിൽ കണ്ടപ്പോൾ ഇനി മഴയൊന്നും ഇല്ലെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ മഴയൊക്കെ തോന്നുന്നു വൈകുന്നേരം പറമ്പിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കൊരു പാഷൻ ഫ്രൂട്ട് ഇപ്പം വളർന്ന് വന്നിട്ടുണ്ട്. നിറയെ കായുണ്ട്, പക്ഷെ മൊത്തം ഇത് കണക്ക് പൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഇന്ന് ചെന്നപ്പോൾ ഒരു കാ കിട്ടി. അപ്പോൾ എന്തായാലും ഒന്ന് അത് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുമാതിരി വാടി പഴുത്തതുപോലെയാണ് അതിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഇതാണ് അതിനകത്തെ കാഴ്ച. അത് നമുക്ക് കഴിക്കാൻ കൊള്ളാത്തതുകൊണ്ട് എടുത്ത് കളയണേ ചെയ്താൽ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ പാവല് ഇപ്പോൾ ഒരുപാട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. കായോട് കൂടിയ മുട്ടാണ്. അപ്പോൾ അത് നിർത്തിയിരുന്നാൽ നമുക്ക് ഈ വണ്ടൊക്കെ വന്ന് കുത്തി നശിച്ചു പോകും. അതുകൊണ്ട് അതിന് കുറച്ച് പേപ്പർ കവർ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴത്തെ ഈ മഴയിൽ പേപ്പർ കുതിർന്ന് പോകുമെങ്കിലും അത് ഇട്ടാൽ മാത്രമേ നമുക്ക് കാ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ ഇത് നീളം പാവയ്ക്കയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിഞ്ച് വരണത് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ വെള്ളീച്ചയൊക്കെ കൊത്തി നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് മഴ തോന്നപ്പോഴാണ് ഒന്ന് പടർന്നൊക്കെ തുടങ്ങിയത്. ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല പാവയ്ക്കയാണ്, നമ്മളെ പച്ച കളർ പാവയ്ക്കയാണ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് പേപ്പർ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന് നല്ല കീടങ്ങളെ ബാധയുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മഞ്ഞയും കറുപ്പും കളറുള്ള ഒരു ചെറിയൊരു വണ്ടുണ്ട്. അതാണ് ഈ പാവലിൻ്റെ മുഖ്യ ശത്രു. അതാണ് നമ്മുടെ ഈ ഇലയൊക്കെ തിന്ന് തീർക്കുന്നത്. അതുപോലെ തന്നെ ഈ പിഞ്ച് കായെല്ലാം തിന്ന് തീർക്കുന്നത് ആ ഒരു വണ്ടാണ്. അപ്പോൾ ഇതാണ് ആ ഒരു വണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ അടിച്ച് കുറേയൊക്കെ പോയി. അപ്പോൾ ഇവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമായിട്ട് വരുന്ന ഈ തണ്ടുകൾ കൊത്തി ഒടിച്ച് കളയും. ഇതുപോലെ വാടി നിൽക്കുന്നതെല്ലാം ഇവരുടെ ആക്രമണത്തിൽ വീണ് പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ